മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പാണക്കാട് ജുമുഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. മഞ്ചേരിയിൽ നിന്നും 16 കിലോമീറ്ററാണ് പാണക്കാട്ടേക്കുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏറ്റവും കൂടുതൽ കാലം ലീഗിൻ്റെ അമർത്തിയിരുന്ന വ്യക്തിയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ലീഗണികൾക്ക് എന്നും ആവേശമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ പാണക്കാട്ടെത്തി. ഇതാണ് പാണക്കാട് ജുമുഅത്ത് പള്ളി. പഴയ കൊടപ്പനക്കൽ തറവാടിനടുത്ത് കടലുണ്ടിപ്പുഴയുടെ തീരത്തായി നിസ്സങ്കോചം സ്ഥിതി ചെയ്യുന്നു കഥകളേറെ പറയാനുള്ള ഈ പള്ളി. ഈ പള്ളിയുടെ മുറ്റത്താണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബറുള്ളത്. പിതാവ് PMSA പൂക്കോയ തങ്ങളുടെ ഖബറും ഇവിടെ കാണാം. കുഞ്ഞുനാളിൽ മഹാനരെ സിയാറത്ത് ചെയ്യാൻ ഉമ്മയുടെ കൂടെ ഇവിടെ വന്നതായി ഓർക്കുന്നു. ഇതാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബർ. സഹോദരങ്ങളായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്നിവർക്ക് നടുവിലായി അന്ത്യവിശ്രമിക്കുന്നു. 3 പേരുടെയും ഖബറുകൾ പ്രത്യേകം അടയാളപ്പെടുത്തി ചുറ്റുകമ്പികൾ വെച്ച് വേർതിരിച്ചിരിക്കുന്നു. പരിസരത്തുള്ളതെല്ലാം ഈ കുടുംബത്തിലെ സാദാത്തുക്കളുടെ ഖബറുകളാണ്. PMSA തങ്ങളെന്നറിയപ്പെടുന്ന പാണക്കാട് പുതിയ മാളിയക്കൽ സയ്യിദ് അഹ്മദ് പൂക്കോയ തങ്ങളുടെയും പത്നി ആയിഷ ചെറുകുഞ്ഞി ബീവിയുടെയും മകനായി 1936 മെയ് 4 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്. പാണക്കാട് DMRT സ്കൂൾ, കോഴിക്കോട് MM ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം. 1953 മാർച്ചിൽ ശിഹാബ് തങ്ങൾ SSLC വിജയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 2 വർഷം തിരൂരിനടുത്ത തലക്കടുത്തൂരിലെ ദർസിൽ പഠിച്ചു. ശേഷം 1956 കാനഞ്ചേരി പള്ളിയിലെ ദർസിൽ ചേർന്നു. പൊന്മള മൊയ്തീൻ മുസ്ലിയാരായിരുന്നു അവിടുത്തെ ഉസ്താദ്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും കെയ്റോ യൂണിവേഴ്സിറ്റിയിലുമാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉപരിപഠനം. അൽ അസ്ഹറിൽ 3 വർഷവും കെയ്റോയിൽ 5 വർഷവുമാണ് തങ്ങൾ പഠിച്ചത്. കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിസാൻസ് അറബിക് ലിറ്ററേച്ചർ ബിരുദം നേടി. ഡോക്ടർ ഇസുദ്ദീൻ ഫരീദ്, യൂസുഫ് ഖുലൈഫ്, ഡോക്ടർ ബഹി, ഷൗഖി ലൈഫ് എന്നിവരാണ് കെയ്റോയിലെ ഗുരുനാഥന്മാർ. മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മഅ്മൂൻ അബ്ദുൽ ഖയ്യൂം, മാലിദ്വീപ് വിദേശകാര്യമന്ത്രി ഫാത്തുള്ള ജമീൽ എന്നിവർ കെയ്റോയിലെ സഹപാഠികളാണ്. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മകൾ ഷെരീഫ ഫാത്തിമ ബീവിയാണ് ഭാര്യ. 1966 നവംബർ 24 ഈ വിവാഹം. പിന്നീട് 2006 ഏപ്രിൽ 21 ഷെരീഫ ഫാത്തിമ ബീവി വഫാത്തായതിനെ തുടർന്ന് 2007 ഒക്ടോബർ 20 TP ആയിഷ ബീവിയെ വിവാഹം ചെയ്തു. ഉപരിപഠനാനന്തരം പഴയ കൊടപ്പനക്കൽ തറവാട്ടിൽ വായനയിലും എഴുത്തിലുമായിരുന്നു തങ്ങൾ. ഈ സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ ഏറനാട് താലൂക്ക് പ്രസിഡൻ്റായി തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് 1975 വന്യപിതാവ് PMSA പൂക്കോയ തങ്ങൾ വഫാത്തായതിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നു മുതൽ വഫാത്ത് വരെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു മുസ്ലിം ലീഗിൻ്റെ എല്ലാം. നീണ്ട 34 വർഷമാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്നത്.
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തി എന്ന റെക്കോർഡ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കാണ്. ലോകത്തുടനീളം പ്രശസ്തനായ ശിഹാബ് തങ്ങൾ ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഇറാൻ, മലേഷ്യ, സിംഗപ്പൂർ, മ്യാൻമർ, മാലിദ്വീപ്, ഫലസ്തീൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, വത്തിക്കാൻ, അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. നിരാലംബരും നിരാശ്രയരുമായ എന്നല്ല മുഴുവൻ ജനങ്ങൾക്കും അത്താണിയായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സൗമ്യത കൊണ്ടും ശാന്ത പെരുമാറ്റം വഴിയും സ്നേഹപുഞ്ചിരിയാലും ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു. 2009 ഓഗസ്റ്റ് 9 അഥവാ ഷഅബാൻ 10 ശിഹാബ് തങ്ങൾ വഫാത്താകുന്നത്. അള്ളാഹു മഹാന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ.